നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വെറുതെ വീട്ടിലിരുന്ന് സമയം കളയേണ്ട, സമ്മറൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആവട്ടെ എന്ന്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു 20 മിനിറ്റ്സ് ദൈർഘ്യമുള്ള കെഫിൻ മെബിളി പാർക്കിലോട്ട് യാത്രയായി. ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് അല്പം കൂടുതലാണ്. പക്ഷേ എന്നാലും ഒരു വൺ ടൈം അല്ലേ, വിസിറ്റ് അല്ലേ എന്ന് കരുതി ഞങ്ങളങ്ങ് സമാധാനിച്ചു. പക്ഷെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും കൂടിയായിരുന്നു കേട്ടോ. ആദ്യത്തെ സെക്ഷൻ തുടങ്ങുന്നത് തന്നെ കുറച്ച് കിളികളുടെ സൗണ്ടോട് കൂടിയാണ്. ഒരു കൂട്ടിൽ ലവ് ബേർഡ്സ്, തത്ത, അങ്ങനെ കുറേ കിളികൾ. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു മുയലിനെ കാണാം. ഒന്നല്ല കേട്ടോ, കുറച്ച് മുയലുകൾ, അതുപോലെ തന്നെ ആടുകൾ. മെയിനായിട്ടും ഇത് ഒരു ഫാമാണ് കേട്ടോ. പാർക്കെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമാണ്. പാർക്കെന്ന് പറയാൻ കാരണം ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മെയിൻലി ഇത് കുറേ ആടുകളും പിന്നെ പശു, കുതിരയൊക്കെ ഉള്ളൊരു ഫാമാണ്. മറ്റ് ഫാമുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവറ്റകളെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കേട്ടോ. 1 പൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഫുഡ്, ഒരു പാക്കറ്റ് ഫുഡ് കിട്ടും കേട്ടോ. അത് നമുക്ക് വേണ്ടത്ര ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡ് ചെയ്യാം. ഇത് സ്ക്വിറലിനെയാണ് സിയാൻകുട്ടൻ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തൊട്ടടുത്ത് സ്ക്വിറലിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലാണ് അവിടെ. അതുപോലെ തന്നെ ഇവറ്റകളെയൊക്കെ തീറ്റാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഞങ്ങൾക്കുള്ളത്. എങ്ങനെയാണ് നിങ്ങൾ ഫുഡ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നത്, അതിലൊക്കെ ഭയങ്കര ഞങ്ങൾ എൻ്റർടൈൻഡ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു കുഞ്ഞണ്ണാൻ ഫുൾ ടൈം വെള്ളം കുടിയാണ് കേട്ടോ. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കൊടുക്കാനായിട്ട്. പക്ഷേ അവനത് ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പം വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വേറെ ആ കൂട്ടിൽ തന്നെ കുറേ മറ്റണ്ണാൻ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ എലിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതുങ്ങളെയൊക്കെ ഞങ്ങൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നത് ഒരു കുതിരയുടെ അടുത്തേക്കാട്ടോ. ഈ കുതിരയുടെ പേര് ചാർലി എന്നാട്ടോ. അങ്ങനെ ഓരോ കുതിരയ്ക്കും പശുവിനും ഒക്കെ ഇവിടെ പേരിട്ടിട്ടുണ്ട്. ചാർലി വളരെ സൗമ്യമായി നിന്ന് തലോടാൻ വേണ്ടി. ഇത് വേറെ കുതിരയാണ് കേട്ടോ. ഇത് ഡേവിഡ്, പിന്നെ ഗുസീന, അങ്ങനെ 2 കുതിരകൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ഡേവിഡിനൊരു കണ്ണില്ല കേട്ടോ. ഞാൻ തലോടി കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോഴാണ് സത്യം അറിയണത്. സിയാൻകുട്ടൻ പറയുമ്പോഴോ അയ്യോ അതിനൊരു കണ്ണില്ലാന്ന് തോന്നിയത്. അപ്പോൾ ഒത്തിരി പാവം തോന്നി. പിന്നെ ഇതുവഴി എല്ലാം അവരിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോയി ചുമ്മാ ഇങ്ങനെ കണ്ട് നമുക്ക് കുറച്ച് ഭാഗത്തൂടെ ഇങ്ങനെ നടന്ന് പ്രകൃതി സൗന്ദര്യവും ഒപ്പം തന്നെ ഒരു ചെറിയ വെയിലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ അടുത്ത് പോകാനും അവരോട് ഇടപഴകാനും ഒക്കെ സാധിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ, ആംബിയൻസ് ആണ് ഈ ഫാമിൽ ഉള്ളത്. ഇതാണ് ഇതിൻ്റെ സവിശേഷത. ഇപ്പോൾ ഈ കാണുന്നത് തീവണ്ടിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം തീവണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു ഇലക്ട്രിക് ട്രെയിനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതിലൊന്ന് കയറണമല്ലോ, ഇതെങ്ങോട്ട് ഏത് വഴിയൊക്കെയാണ് പോണത് എന്നൊക്കെ ഒന്ന് അറിയാൻ ഒരാഗ്രഹം. പക്ഷെ ഞങ്ങളിതിൽ കയറിയായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ഫാം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണിക്കും. ഒരു 10 മിനിറ്റ് സമയം മാത്രം, അത്രയേ ഉള്ളൂ. പക്ഷെ അതിനും ടിക്കറ്റ് കൗണ്ടറിൽ വേറെ സ്പെഷ്യലായിട്ട് പേയ്മെൻറ്റ് ചെയ്യും. ആകെ മൊത്തം 41 പൗണ്ടാണ് ഞങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ എല്ലായിടത്തെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് ഫാമിലും പാർക്കിലും ഇല്ലെങ്കിൽ എവിടെ പോകണമെങ്കിലും നമ്മൾ അത്യാവശ്യം ഒരു ടിക്കറ്റ് എമൗണ്ട് കൊടുത്താലേ നടക്കൂ. പിന്നെ ഇവിടെയുള്ള സായിപ്പന്മാർക്കാണെങ്കിൽ അതൊന്നും അവർ നെവർ മൈൻഡാണ്. അവർ കുറേ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കുക, തിരിച്ചു പോവുക, അത്ര മാത്രമാണ് അവർക്ക് ചിന്തയുള്ളൂ കേട്ടോ. സൗത്ത് വെയിൽസിൻ്റെ പല ഭാഗങ്ങളിലൂടെ കാറിൽ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഷീപ്പുകളെയൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും അതിനെ തൊട്ടടുത്ത് കാണാനോ ഒന്നും പിടിക്കാനൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ, ഈ പൂളുണ്ടാക്കുന്നത് ഇതിങ്ങളുടെ തൊലി കൊണ്ടാണല്ലോ, എങ്ങനെയൊന്ന് പിടിച്ചു നോക്കുമെന്ന്. പക്ഷേ പ്രാവശ്യം ഞാനത് സാധിച്ചു. തീറ്റ കൊടുത്തിട്ട് ആ വ്യാജേന അത് മുതലെടുത്ത് നല്ലതായിട്ടൊക്കെ ഒന്ന് തലോടി തടവി എല്ലാം നോക്കാൻ വേണ്ടി സാധിച്ചു കേട്ടോ. ഇതെല്ലാം അപ്പുറത്തെ വീട്ടിൽ വെല്ലുമിച്ചയ്ക്ക് ഉണ്ടായിരുന്നേക്കൂട്ട് തന്നെ പശുക്കളാട്ടോ. ഇവിടെ ഈ 2 പശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടുതലും ചെമ്മരിയാടുകളും കുതിരകളും ഒക്കെ ആയിരുന്നു. ട്രെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സർവീസുകൾ നടത്തുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സർവീസിന് 2 മണിക്കാണ്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ആടുകളെല്ലാം ശരിക്കും നമ്മുടെ വീട്ടിലുള്ള അമ്മിണി ആടുകളെ പോലെ തന്നെയാട്ടോ ഇരിക്കണേ. ഇവിടെ സൂര്യകാന്തി ചെടികളും വളർത്തുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ സ്പെഷ്യലായിട്ട്.
ഈ തീറ്റയെല്ലാം സ്വാഭാവികമായിട്ട് ഇതുങ്ങൾക്കൊന്നും വേണ്ട കേട്ടോ. തുടക്കം തൊട്ടേ നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ അതുങ്ങൾക്കൊന്നും ആദ്യമൊക്കെ ആടുകൾ മേടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ചുമ്മാ ഒരു ഐഡിയ തോന്നി, അപ്പുറത്തെ പറമ്പിൽ നിന്ന്, അതായത് അപ്പുറത്തെ ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് പുല്ല്, സെയിം പുല്ല് തന്നെ കൊണ്ട് ഇതുങ്ങൾക്ക് കൊടുക്കുമ്പോൾ പുല്ല് ഒരു വെറൈറ്റി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതുങ്ങൾ കഴിക്കുന്നു. ഇതുങ്ങളുടെ ഇടയിലും ഭയങ്കര കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരാൾക്ക് കിട്ടുമ്പോഴത്തേക്കും ഇടി കൂടുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമായി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി പോവാം കേട്ടോ. സാറ് ഏതായാലും ഇത് എൻജോയ് ചെയ്തു. ട്രെയിൻ കയറുന്നവരെ അവൾ ഭയങ്കര ബഹളമായിരുന്നെങ്കിൽ അത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ രസകരമായിട്ട് പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. കാഴ്ചയൊക്കെ കണ്ട് ഈ ട്രെയിനിൽ ഞങ്ങൾ പെട്ടെന്ന് സമയം പോയിട്ടോ. കുറേ നേരം ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന ഞങ്ങൾ വെറും മണ്ടന്മാരായിപ്പോയി. വെറും 10 മിനിറ്റ് കൊണ്ട് അവർ യാത്ര അവസാനിപ്പിച്ചു. അതിനുശേഷം പാർക്കിലെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയയാണിത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കുറേ ടേബിളുകളും, അവിടെ വരുന്ന സാറയ്ക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ സിയാൻ്റെ കളിയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുരങ്ങ് ചാടുന്ന പോലെ ഇത് കണ്ടില്ലേ, എത്ര പെട്ടെന്നാണ് ആ സായിപ്പൻ കൊച്ചി ചാടിപ്പോയെന്ന്. പക്ഷെ എൻ്റെ മോൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അവൾ ലാസ്റ്റ് അപ്പൻ്റെ കൈയും കാലെല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് അപ്പൻ അവളുടെ കൈയും കാലെല്ലാം പിടിച്ചാണ് പതുക്കെ അതിൽ നിന്ന് കയറ്റിയത്. അതൊക്കെ കുറേ കോൺഫിഡൻസിൻ്റെ പ്രശ്നം കൂടിയാണ് കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയൊന്നും യാതൊരു പേടിയില്ല. ഇവിടെ കുട്ടികൾ നടക്കാൻ പ്രായമാകുമ്പോൾ തൊട്ട് അവരെ ഇങ്ങനത്തെ സ്ലൈഡിലും അതുപോലെ തന്നെ എല്ലാത്തിലും ഇവർ കയറ്റി വിടും. ഊർച്ചാപ്പുറത്തും സ്ലൈഡിലും എല്ലാം കയറ്റി മാക്സിമം പിള്ളേരെ എൻ്റർടൈൻ ആക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും ഒരു പേടിയില്ല കേട്ടോ. യുകെയിലെ പല സ്ഥലങ്ങളിലുള്ള മറ്റൊരു സവിശേഷതയാണ് കേട്ടോ, ടിക്കറ്റ് എടുത്ത് നമ്മൾ എൻട്രി ആകുന്ന വഴിയിലൂടെ എക്സിറ്റ് ഇല്ല. മറ്റൊരു വഴിയിലൂടെയാണ് ഇവർ നമ്മൾ എക്സിറ്റ് ആക്കുക. അവിടെയാണെങ്കിലോ ഒരുപാട് സാധനങ്ങളും കണ്ണി കാണുന്നതിനാണെങ്കിൽ ഭയങ്കര വിലയും. പതിവ് പോലെ ഇവിടെ നിന്നൊന്നും ഒന്നും വാങ്ങാതെ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.